പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിഡിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയെ തേടിയിട്ട് അബിയുടെ കാമുകി തൻ്റെ കുഞ്ഞുമായിട്ട് അനന്തപുരിയിലോട്ട് വരികയാണ്. എന്നിട്ട് ആ ഒരു വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എടാ അബി, ഈ പെൺകൊച്ച് പറഞ്ഞത് സത്യമാണോ? ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണോ? നീ എല്ലാവരുടെ അടുത്ത് നിന്നും മറച്ച് നവ്യയെ നീ വഞ്ചിച്ച് നടക്കുകയായിരുന്നോടാ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ മുത്തച്ഛൻ്റെ ചോദ്യം കേട്ടിട്ട് അബിയാണെങ്കിൽ തലകുനിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ജലജ ദേഷ്യം കൊണ്ട് അടുത്ത് വന്നിട്ട്, എടാ, തന്നോട് അച്ഛൻ ചോദിച്ചത് കേട്ടില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഈ കുഞ്ഞിൻ്റെ അച്ഛൻ നീയാണോ എടാ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ മുഖത്ത് ഒരടി കൊടുക്കുകയാണ്. എന്നിട്ട് നീ എല്ലാവരെയും ചതിക്കുകയായിരുന്നോ? നീ ഇങ്ങനെ ഒരു നശിച്ച ഒരു ആളായല്ലോ അബി, ഇങ്ങനത്തെ ഒരു മോനാണല്ലോ ദൈവമേ എനിക്ക് നീ തന്നത് എന്നൊക്കെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് പറയുകയാണ് ജലജ. ഇതൊക്കെ കേട്ടിട്ടും ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് അബി. അതൊക്കെ കണ്ടിട്ട് അബിയുടെ കാമുകി പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെ തല കുനിച്ചേ നിൽക്കുകയുള്ളൂ, ഒന്നും മിണ്ടില്ല. അങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതൊക്കെ കൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെ ഇവിടേക്ക് കയറി വരേണ്ട അവസ്ഥയുണ്ടായത്. അവൻ നേരത്തെ നല്ലതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടുത്തെ മരുമകളായി ജീവിച്ചേനെ. അവൻ എന്നെ ചതിക്കുകയായിരുന്നു. ഇവൻ ഇങ്ങനെയൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇവനൊരു ഭാര്യ ഉണ്ട് എന്നുള്ള വിവരമൊന്നും ഞാൻ അറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ സങ്കടപ്പെടുത്താനായിട്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഇവൻ ഇതുപോലെ തന്നെ മറ്റുള്ള പെൺകുട്ടികളെയും നശിപ്പിച്ചിട്ടുണ്ടാകും. അത്തരക്കാരനാണ് എന്നുള്ളത് എനിക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബിയുടെ കാമുകി. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നയനെ, എന്തായാലും ആ പെൺകുച്ചി പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് നീ ഒന്ന് അന്വേഷിച്ച് അറിയേ. അവളോട് എന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ ഈ അബി പറഞ്ഞിട്ട് നമ്മളൊന്നും അറിയില്ല, സത്യം അറിയില്ല. അതുകൊണ്ട് നീ ആ പെൺകുച്ചിനോട് എന്താ ചോദിക്കുക, അവളെ ഒന്ന് സമാധാനിപ്പിക്കും മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ കാമുകിയെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നയന സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് അബി തന്നെ പ്രണയിച്ച് നടന്നതും പലപ്പോഴും പല റൂം എടുത്തിട്ട് ഒരുമിച്ച് താമസിച്ചതും അതിൽ തനിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്നതും ഗർഭിണിയാണെന്നുള്ളത് ഞാൻ അബിയെ വിളിച്ച് പറഞ്ഞ സമയത്ത് എന്നോട് ആദ്യം തന്നെ അബോർഷൻ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടും ആ കുഞ്ഞിനെ എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടുമാണ് ഞാൻ അതിനെ വളർത്തിയത്. ഞാൻ അബോർഷൻ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്നെ ഉടനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞപ്പോൾ ഞാൻ പതിയെ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും കാലം എന്നെ പിടിച്ചു നിർത്തുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞ് അവൻ്റെ അച്ഛനെ ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. അല്ലാതെ ആരെയും സങ്കടപ്പെടുത്തണമെന്നോ ഇങ്ങനെ ഒരു ഭാര്യ അവനുണ്ട് എന്നുള്ള വിവരം എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ നയനയോട് തുറന്ന് പറയുകയാണ്. അങ്ങനെ ഈ ഒരു കഥകളൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് നയന. അവൻ ഇത്തരത്തിലൊരു ചീത്ത സ്വഭാവം ഉള്ളതൊക്കെ നയനക്കറിയാമെങ്കിലും ഇത്തരം ഒരു കാര്യം ചെയ്യും എന്നുള്ളതും തൻ്റെ ചേച്ചിയെ ചതിക്കും എന്നുള്ള ഒരു കാര്യവും ഇത്രത്തോളം ചതിക്കും എന്നുള്ള കാര്യവും നയന ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നയനയ്ക്ക് ഈ ഒരു വാർത്ത വളരെയധികം ഷോക്കായിരുന്നു. അതേസമയം നവ്യയാണെങ്കിലും ഈ ഒരു വാർത്ത കേട്ടിട്ട് തളർന്നു പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് ദേഷ്യം കൊണ്ട് അബിയുടെ അടുത്ത് വന്നിട്ട് ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടാ, നീ എന്നെ ചതിക്കുകയായിരുന്നല്ലേ? എൻ്റെ ജീവിതം വെച്ച് നീ കളിക്കുകയായിരുന്നില്ലേ? എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അബി, പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ. നിന്റെ കുഞ്ഞിനെ വരെ നീ അംഗീകരിക്കാത്തതിന് കാരണം എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായടാ. ഇതുപോലെ തന്നെ പല പെൺകുട്ടികളെയും നീ വശീകരിച്ചിട്ട് ചതിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ നീ എന്നോട് ആത്മാർത്ഥമായി ഒന്ന് സംസാരിക്കാത്തതും സ്നേഹിക്കാത്തതും. നിനക്ക് പല പെൺകുട്ടികളുമായി അടുപ്പം ഉള്ളത് കൊണ്ടാണല്ലോടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയുടെ കരണം നോക്കി കൊടുക്കുന്നുണ്ട് നവ്യ. എന്നിട്ട് ഒടുവിൽ ജലജയോട് പറയുന്നുണ്ട്, ഇവൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിന് ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെയാണ് പറയേണ്ടത്. ഇങ്ങനെ വളർത്തി വഷളാക്കിയത് നിങ്ങൾ ഒരാളാണ്. നിങ്ങൾക്ക് കുടുംബ ബന്ധത്തിൻ്റെ വില എന്താണ് എന്നുള്ളതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വില എന്താണ് എന്നുള്ളതും നിങ്ങൾക്കറിയില്ലല്ലോ. പിന്നെ നിങ്ങളുടെ മകനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അബിയുടെ സ്വഭാവം മോശമാണ് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് എന്നെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുകയാണ് നവ്യ. ഇതൊക്കെ കേട്ടിട്ട് ജലജ പറയുന്നുണ്ട്, നീ അവനെയും എന്നെയും കുറ്റം പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. നീ എങ്ങനെയാണ് ഈ തറവാട്ടിലേക്ക് വന്ന് കയറിയത് എന്നുള്ളത് നിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നീ അന്തസ്സോടെയല്ലല്ലോ ഇങ്ങോട്ട് കയറി വന്നത്. എല്ലാവരെയും പറ്റിച്ചിട്ടും കണ്ണ് കെട്ടിച്ചിട്ടും ആണല്ലോ ഇങ്ങോട്ട് വന്നത്. ഒരു മരുമകൾ ഈ തറവാട്ടിലേക്ക് വന്ന് കയറേണ്ട രീതിയിലൊന്നുമല്ലല്ലോ നിങ്ങൾ വന്ന് കയറിയിട്ടുള്ളത്. ആ ഒരു ദേഷ്യത്തിൽ ആണ് അവന് മറ്റുള്ള പെൺകുട്ടികളെ തേടി പോയത്. നീ അന്തസ്സായിട്ടാണ് ഇങ്ങോട്ട് കയറി വന്നിരുന്നെങ്കിൽ നിന്നെ സ്നേഹിച്ച് അവൻ കുടുംബജീവിതം നയിച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് ജലജ. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നവ്യയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒടുവിൽ ജലജയെ വന്ന് സാരിക്കൊക്കെ കയറി പിടിച്ചിട്ട് മുഖത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും അടി കൊടുക്കുകയാണ്.
എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിർത്തുന്നുണ്ടോ? നിങ്ങളാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത്. നിങ്ങൾ മോനെ ഇത്രയും ഒരു മോശം സ്വഭാവത്തിലേക്ക് നയിച്ചത് നിങ്ങളാണ്. കുടുംബജീവിതത്തെ പറ്റിയൊന്നും നിങ്ങൾ എന്നോട് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെയും ഭർത്താവിൻ്റെയും ഏറെക്കുറെ കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ് നവ്യ. ഒടുവിൽ നവ്യ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇനിയൊരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. എനിക്ക് ഇങ്ങനെ ഇവിടെ എല്ലാം സഹിച്ച് നിൽക്കാൻ കഴിയില്ല. ഇനി എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ ഇങ്ങോട്ട് കയറി വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു താന്തോന്നിയെ അച്ഛ എന്ന് വിളിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതിനൊരിക്കലും കഴിയില്ല. എൻ്റെ കുഞ്ഞ് ഇനി അച്ഛനില്ലാതെ വളർന്നാൽ മതി. അവൻ്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. എന്നിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഇറങ്ങി പോകുന്ന സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കരഞ്ഞ് കാല് പിടിച്ച് വിളിക്കുന്നുണ്ട്. പക്ഷെ നവ്യ തിരിഞ്ഞേ നോക്കുന്നില്ല. ഒടുവിൽ നയന ഓടിച്ചെന്ന് പറയുന്നുണ്ട്, ചേച്ചി ഒരിക്കലും പോകരുത്, ചേച്ചി ഇവിടെ തന്നെ നിൽക്കണം, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം, അബിയെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത്, എന്ത് മാറ്റിയെടുക്കാനാണ് നയനെ? ഇതിൽ നീ എങ്ങനെ പരിഹാരം കാണാനാണ്? ഇത് പരിഹാരം കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അവൻ്റെ കാമുകി ഒരു കുഞ്ഞുമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ കുഞ്ഞിൻ്റെ അവകാശം അവർക്ക് അച്ഛ എന്നുള്ള ഒരു അവകാശത്തിനാണ് അവർ വന്നത്. ഇനി രണ്ടുപേരും അവൻ്റെ കുഞ്ഞിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഞാനും അവളും തർക്കിക്കുകയാണോ വേണ്ടത്? എൻ്റെ കുഞ്ഞിനും അച്ഛന് നല്ലൊരു അച്ഛനെയാണല്ലോ ഞാൻ ഇതുവരെ കാത്തു നിന്നത്. എൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൻ മാറുമെന്നുള്ള വിശ്വാസത്തിനാണല്ലോ ഞാൻ നിന്നത്. ഇനി അതിനു വേണ്ടിയിട്ടും എനിക്ക് കഴിയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി ചേച്ചി. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരിക്കലും നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഒടുവിൽ നവ്യ ആ പടിയിറങ്ങുകയാണ്. അങ്ങനെ ആ കാഴ്ച കണ്ട് സഹിക്കാനാവാതെ പൊട്ടിക്കരയുകയാണ് നയന. ഒടുവിൽ മുത്തശ്ശൻ വന്നിട്ട് നയനയുടെ തോളിൽ കൈ വെച്ച് പറയുന്നുണ്ട്, അവൾ പൊയ്ക്കോട്ടെ, അവൾ സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് ഉറക്കെ കരയട്ടെ, നമുക്ക് എല്ലാം പതിയെ ശരിയാക്കാം. ഇപ്പോൾ അവളെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല, അവൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടേ പറ്റുകയുള്ളൂ. അവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്നുള്ള തീരുമാനം എടുക്കുകയാണ് മുത്തശ്ശൻ.